ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് ഒരു ഡോരിയാണ് മേക്ക് ചെയ്തെടുക്കുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഡോരിയാണ്. നല്ല കട്ടിയുള്ള, നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഡോരിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഫാഷൻ വേണമെങ്കിലും ഇതുകൊണ്ട് മേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ആദ്യമേ ഒരു ഫാബ്രിക്കാണ് എടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം കോട്ടൺ അല്ലാത്ത ഏത് തരം ഫാബ്രിക് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവേ. എന്നാൽ മാത്രമേ നമുക്കത് തിരിച്ചെടുക്കാനായിട്ട് എളുപ്പമുള്ള ഏത് ക്ലോത്ത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇത് കണ്ടോ, കോണോട് കോണാണ് നമ്മൾ ഇതാ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ട് അതിനെ കോർണർ ടു കോർണർ മാർക്ക് ചെയ്തെടുക്കുക. നമുക്ക് നല്ല ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ ക്ലോത്തിനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമ്മളിത് ക്രോസ് കട്ടാണ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ നമ്മളിങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്ന് നമ്മളൊരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ വിട്ട് കൊടുക്കുക. 1.5 ഇഞ്ചാ വിട്ട് നമ്മൾ കൊടുക്കുന്നെങ്കിൽ നമുക്ക് കുറച്ച് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഹാർഡായിട്ടുള്ള ഡോരിയാണ് മേക്ക് ചെയ്തെടുക്കുന്നതെങ്കിൽ നമുക്ക് 2 ഇഞ്ച് കൊടുക്കാവേ. നമ്മളിപ്പം 2 ഇഞ്ചാണ് ഇവിടെ വിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ക്രോസ് കട്ട് നമ്മൾ 2 ഇഞ്ച് വിട്ടിൽ നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളിപ്പം 2 ഇഞ്ച് വിട്ടിൽ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ നല്ല വശത്തിൽ ഇങ്ങനെ നമ്മൾ അകത്തേക്ക് ഫോൾഡ് ചെയ്ത്, നല്ല വശം അകത്ത് വരണേ ആ രീതി ഇങ്ങനെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ ഇതിന് മാക്സിമം വിട്ട് കുറച്ചാണ് നമ്മളിതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ പ്രഷർ ഫൂട്ടിൻ്റെ ഒരു പല്ലിൻ്റെ ആ വിട്ടായാലും മതി. ആ രീതിയിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ടുള്ള ഒരു ഡോരി കിട്ടുവേ. അപ്പം നല്ല ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ഡോരി ഉപയോഗിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നമുക്ക് നമ്മളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചെടുക്കുന്ന അതേ സെയിം ഡോരിയുടെ അകത്ത് നല്ല കട്ടിയും കിട്ടും. അങ്ങനെ കട്ടിയുള്ള ഡോരി കൊണ്ട് മാത്രമേ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് ഷേപ്പ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളേ. അപ്പം ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മളിതാ ഇത്രയും മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ഭാഗം ഇതുപോലെ ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരു സാധാ നീഡിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്കിതിലും കട്ടി കൂടിയ നീഡിലും കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളത് സാധാ നീഡിലായതുകൊണ്ട് നമ്മളത് എടുക്കുന്നു. പിന്നെ നമ്മൾ സാധാ ത്രെഡ് തന്നെ, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന നൂല് തന്നെ ഒരു 5-6 പ്രാവശ്യമായിട്ട് നമ്മൾ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ആ ത്രെഡിൻ്റെ എൻഡിൽ നമ്മളിങ്ങനെ ഒന്ന് നോട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എടുക്കുക. അതിൻ്റെ ഒരു ബാലൻസ് ഉള്ളത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ആ ഹോളിൻ്റെ ഒരു വശത്തൂടെ നമ്മളിങ്ങനെ സൂചി എടുത്ത് ഇതുപോലെ നമ്മൾ ആ ത്രെഡിൻ്റെ ഇങ്ങനെ കറക്റ്റ് സെൻറ്റർ വഴി കയറ്റി ഒന്ന് ലോക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ നീഡിലിൻ്റെ ബാക്ക് സൈഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഏത് തരത്തിലുള്ള നീഡിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന നീഡിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിനെ ഇങ്ങനെ എടുത്തതിന് ശേഷം ഇനി നമ്മളുടെ ഈ ഭാഗത്ത്, നമ്മളുടെ ആ നൂല് കയറ്റി കൊടുത്ത ഭാഗത്ത് ആ നീഡിലിൻ്റെ ബാക്ക് കൊണ്ട് നമ്മൾ ആദ്യമേ ഒന്ന് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ കൈകൊണ്ട് ആ ത്രെഡിൽ പിടിച്ച് വലിച്ച് കൈകൊണ്ട് ഈ ഭാഗങ്ങളെ ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ലോണമൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. കാരണം ഇത്രയും ബാലൻസ് നിൽക്കുന്നത് കൊണ്ട് മാത്രം, അങ്ങനെ ബാലൻസ് നിന്ന് നമ്മൾ എടുക്കുമ്പോഴേ നമുക്കത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഡോരിയായി ലഭിക്കത്തുള്ളൂ. നല്ല ഹാർഡായിട്ടുള്ള ഡോരിയാണ്. നമുക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡോരി കൊണ്ട് മാത്രമേ ഏത് ഫാഷനും നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് മേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും നമ്മളുടെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ സപ്പോർട്ട് തരണേ. തുടർന്നുള്ള വീഡിയോസും നമ്മളിട്ടിരിക്കുന്ന വീഡിയോസും ഒക്കെ ഒന്ന് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്.